ഈ പറഞ്ഞനുസരിച്ച് പി ശശി നവീൻ ബാബുവിനെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്ന് പി ശശി അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു എന്നാണോ? പി ശശിയല്ല, അതെ അതെ, അതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് ഇനി അവിടെ കണ്ണൂർ വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിന് അന്വേഷണം. ഞാനത് പറഞ്ഞിട്ടാണല്ലോ ഞാനന്ന് പ്രസ് കോൺഫറൻസ് നടത്തി, റിട്ടേൺ പ്രസ് റിലീസ് കൊടുത്തു. അതിനെതിരെയാണല്ലോ ഇപ്പോൾ എനിക്ക് കേസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന ആക്ഷേപമാണല്ലോ ഈ ഘട്ടത്തിലുള്ളത്. അത് തന്നെയാണോ പി വി അൻവർ ആരോപിക്കുന്നത്? അല്ല, അങ്ങനെ തന്നെയാണല്ലോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തന്നല്ല, ചെറിയ കാര്യമല്ലല്ലോ. ഈ ഒരു വയറിൽ ഒരു മനുഷ്യന് എത്ര മണിക്കൂർ തൂങ്ങി കിടക്കാൻ പറ്റും? 55 കിലോ അദ്ദേഹത്തിന് വെയിറ്റ് ഉണ്ട് ആസ് പെർ ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് ചാടുമ്പോൾ മിനിമം 250% കണ്ട 100% എടുത്തോ 55 കിലോ അല്ലേ? അപ്പോൾ എങ്ങനെയാ അതാ ദുരൂഹം തന്നെയാണ്, അത് യാതൊരു തർക്കമില്ല. ജയരാജൻ ആ മൃതദേഹത്തിനൊപ്പം പത്തനംതിട്ടയിലേക്ക് വന്ന സംഭവം, കോടതിയിൽ പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇതൊക്കെ ദുരൂഹമാണെന്നുള്ള ആക്ഷേപം അതിനെ സംബന്ധിച്ച് എനിക്കില്ല. എം വി രാജാ സഖാവ് സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെൻറ്റേഷൻ നിലയ്ക്ക് അദ്ദേഹം പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിനൊക്കെ ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്നൊന്നും ആരോപിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ പി ശശിയുടെ കാര്യം, ഇത്തരം കാര്യങ്ങളിൽ കേരളം വളരെ എന്താ പറയുക സൂക്ഷ്മമായി അത് നിരീക്ഷിച്ചാൽ, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞത് ഈ ആദ്യം ADGP അജിത് കുമാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നൊട്ടോറിയസ് ക്രിമിനലാണ്. അതേ ലെവലിൽ ആ നൊട്ടോറിയസ് ക്രിമിനലിസം തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ നടക്കുന്നത്. ഇപ്പോഴും ADGP അജിത് കുമാറിന് ഒരു ഇഞ്ച് മുന്നോട്ട് എന്താ പറയുക അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഇപ്പോഴും പോലീസ് അദ്ദേഹം തന്നെയാണ് ഭരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലേക്ക് പോകുമല്ലോ. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കോടതി നമ്മൾ കൊടുക്കുന്ന പെറ്റീഷൻ കക്ഷി ചേരാൻ അനുവദിച്ചാൽ കോടതിയെ അറിയിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കേസുകളിലും കക്ഷി ചേരാനായിട്ട് ശ്രമിക്കുമ്പോൾ കോടതി ചോദിക്കും നിങ്ങൾക്ക് ആ കേസിലുള്ള താല്പര്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ കേസിൽ കക്ഷി ചേരേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്ത് വെച്ച് നമുക്ക് അതിനെ സ്ഥാപിക്കാൻ പറ്റും? പ്ലസ് ഈ പി ശശിയുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെ കോടതി അല്ലെങ്കിൽ എന്ത് വെച്ച് അതിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കും? അല്ല, സ്വാഭാവികമായിട്ട് ആ ക്വസ്റ്റ്യൻ വരും. അതിൽ പറയാവുന്ന ഒരു കാര്യം, ഞാൻ ആൾറെഡി ഒരു പൊതുപ്രവർത്തകനാണ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, നമ്പർ 1. നമ്പർ 2, ഈ ഇഷ്യൂ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് കോടതിയിൽ പോകുമല്ല. ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് തന്നെ പി ശശിയുടെ കരങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിനാമിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അപ്ലിക്കൻ്റ് ഓഫ് ദിസ് പെട്രോൾ പമ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൻ്റെ പേരിൽ ശശി എനിക്ക് പേരിൽ ഡിഫമേഷൻ കേസ് കോടതിയിൽ ഫയൽ ചെയ്ത് ഈ 20-ാം തീയതി കേസ് കോടതിയിൽ ക്രിമിനൽ കേസ് വരാൻ പോവുകയാണ്. അപ്പോൾ എനിക്കതിൽ ചെറിയൊരു ഒരു ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടാവും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ നിലക്ക് കോടതി അതിനെ അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞത് കാരണത്താൽ ഈ മരണത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ അതല്ല, അവരല്ല, അതിന് വേറെ പലരുമുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാനതെന്ന് തീർത്തും പറഞ്ഞല്ലോ. അവരെ വിളിക്കാത്ത ഒരു സെൻഡ് ഓഫ് പരിപാടിയിലേക്ക് അവരെ ക്ഷണിച്ചു വരുത്തണം. നിങ്ങൾ വരണം, അവിടുന്ന് ഈ രീതിയിൽ പ്രസംഗിക്കണം, ഇദ്ദേഹത്തെ നന്നായിട്ട് ഇമ്മോറലൈസ് ചെയ്ത് സംസാരിക്കണം എന്ന് ആരാ പറഞ്ഞു വിട്ടത്? ആർക്കാ ഇൻട്രസ്റ്റ്? ഞാൻ അന്നും പറഞ്ഞു അവരെ പറഞ്ഞു വിട്ട് പി ശശിയാണെന്ന്. ഇപ്പോഴും പറയുന്നു പി ശശിയുടെ ഇൻവോൾവ്മെൻറ്റ്. അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ, അവരെ എത്തിക്കാൻ പി ശശി ഇടപെട്ടിട്ടാണ് അവർ പങ്കെടുത്തത്. അവരുടെ സ്വയം ഇഷ്ടപ്രകാരം പോയി പങ്കെടുത്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരോപണമായിട്ട് പറയുമ്പോൾ അതിനെ എന്ത് വെച്ച് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും? അങ്ങനെ ഒരു കാര്യം കൂടി ഇപ്പം ഈ പി ശശി അല്ലെങ്കിൽ ദിവ്യനെ വിളിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ നമുക്കത് ഞാൻ ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ തെളിവ് കൊടുക്കുക അന്വേഷണത്തിലാണ്. ഇപ്പോൾ ADGP അജിത് കുമാറുമായി എത്ര കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എവിടെ തെളിവ്? തെളിവ് കൃത്യമായി കൊടുത്ത 2 കാര്യങ്ങളുണ്ട്. മറ്റു കാര്യങ്ങൾ ഇവർ SIT അന്വേഷിച്ച് കണ്ടെത്തേണ്ട. നിങ്ങൾക്ക് അടക്കമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുത്ത തെളിവെന്താ? അദ്ദേഹം വാങ്ങിയ അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണ സ്ഥലവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ്. രണ്ടാമത്, ഈ പറയുന്ന തിരുവനന്തപുരത്ത് തന്നെ 33,80,000 രൂപയ്ക്ക് അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ അടക്കം വെച്ചുകൊണ്ട് ആ 33,80,000 രൂപ അദ്ദേഹം കള്ളപ്പണമാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് മണി അതിൽ എൻട്രി ഇല്ല.
ആ ഡോക്യുമെൻറ്റിൽ 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷം രൂപക്ക് അദ്ദേഹം വെക്കുന്നു. മുഴുവൻ പണവും വാങ്ങിയത് ക്യാഷായിട്ടാണ്, അൺഅക്കൗണ്ടഡ് മണിയാണ്. ഇതിൻ്റെ 2 ഡോക്യുമെൻ്റ് കൊടുത്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ രജിസ്റ്റർ ഓഫീസ്. അവിടെ പോയി ഇതുവരെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? 1 മണിക്കൂർ കൊണ്ട് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ കൊടുത്ത ഒരുപാട് തെളിവുകളുണ്ട്. അതിൽ പൂർണ്ണമായി കൊടുത്ത 2 തെളിവാണിത്. അതിൽ 1 ദിവസം കൊണ്ട് ആക്ഷൻ എടുക്കാം പോലീസിന്, ഗവൺമെൻറ്റിന്. മറ്റത് പലതും നമ്മൾ കൊടുത്ത വക്കും മൂലയുമുള്ള തെളിവുകൾ അത് കൂട്ടി യോജിപ്പിക്കുന്ന ജോലിയാണ് ആര് ചെയ്യേണ്ടത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്യേണ്ടത്. അവരാ വഴിക്കേ പോകുന്നില്ലെങ്കിൽ